പത്തനംതിട്ടയുടെ പ്രത്യേകത എന്താണെന്നറിയോ? പത്തനംതിട്ട കൂടുതലും കുറുക്ക് വഴികളാണുള്ളത്. കുറുക്ക് വഴികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വഴിയല്ല. നമ്മളിപ്പോൾ കുറുക്ക് വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോഡ് കുറുക്ക് വഴിയായിട്ടുള്ളത് അങ്ങനെയല്ല. നമ്മൾ കുറുക്ക് വഴി എന്ന് ഉദ്ദേശിക്കുന്നത് കല്ലും മണ്ണും ഒക്കെ നിറഞ്ഞ് വേറൊരു വീടിൻ്റെ അയ്യം വഴിയോ അവരുടെ മുന്നിൽ കൂടെയോ ഒക്കെ വേറൊരു സ്ഥലത്തോട്ട് എത്തുന്ന വഴിയാണ് കുറുക്ക് വഴി. ഇപ്പം നമ്മൾ പോകുന്ന വഴി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനൊരു വഴി കൂടാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് ഒരു പെരവാസ്തവരിക്കാണേ. എന്താ കണ്ടോ, നമ്മൾ ഇനി പോകുന്ന വഴി ദുർഘടമായിരിക്കും, നല്ല ദുർഘടമാണ്. പക്ഷെങ്കിൽ ദുർഘടമല്ല, നമുക്കത് ദുർഘടമല്ല. നമ്മൾ പോകുന്ന വഴി ആദ്യമേ ഒന്ന് കണ്ടുപിടിക്കണം. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടോ, നമ്മൾ ഇറങ്ങി വന്ന വഴി കാടാണ്. കാട്ടിൽ നിന്ന് നമ്മളിങ്ങനൊരു സ്ഥലത്തോട്ടാണ് ഇറങ്ങി ഇല്ലല്ലോ അവിടെ വഴി എങ്ങോട്ടേലുമാണ് പോകേണ്ടത്. നമുക്കതെങ്ങനെ പോകാമെന്ന് ആദ്യം കണ്ടുപിടിക്കുന്നത് വളരെ കണ്ടോ, ഇത് കുറച്ച് പ്രയാസമാണ്. കാരണം കുറച്ച് നാളായി ഞാൻ ഇതുവഴി വന്നിട്ട്. ആരാണ്ടൊക്കെയുണ്ട്. നമ്മൾ ഈ കുറുക്ക് വഴി കണ്ടോ, മരത്തേലും കല്ലേലും ഒക്കെ പിടിച്ചിട്ട് പെയ്യെ ഇങ്ങനെ ഇറങ്ങണം. ഇപ്പോൾ പാമ്പുണ്ടോ എന്ന് നിങ്ങൾ പേടിക്കും, പക്ഷെ പാമ്പും കിമ്പും ഒന്നുമില്ല. നമ്മൾ അയ്യോ കണ്ടോ, നമ്മൾ അവിടുന്ന് താഴെ ഇറങ്ങിയിട്ട് ഇനി പോകുന്നതാണ്. എങ്ങോട്ട് പോകുന്നതോ എനിക്കറിയത്തില്ല, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഈ വഴി തന്നെ പോയിടോ, അവിടെ അടച്ചിട്ടേക്കുന്നു. അവിടെ എന്താ അടച്ചേക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ബൈ ഇത് ഞങ്ങളുടെ അയ്യം തന്നെയാണ്. പക്ഷെങ്കിൽ ഈ അയ്യം എപ്പോഴാണ് അടച്ചതെന്ന് പപ്പാട് ചോദിക്കേണ്ടി വരും. അമ്മേ കണ്ടോ, നമ്മുടെ അയ്യത്ത് നമുക്ക് കൊലച്ച വാഴ, കൊലയ്ക്കാത്ത വാഴ, ഇനി എന്തുവാ, ചേമ്പ്, ചേന, അതിൻ്റെ ഉണ്ടോ ഇല്ല, പാവയ്ക്കൊക്കെ. ഈ പാവയ്ക്കൊന്നും തിന്നാൻ കൊള്ളത്തില്ലായിരിക്കും, പക്ഷെ ഒരു പേരിന് പാവയ്ക്കായിട്ടിരിക്കാം. എന്ന് പറഞ്ഞാൽ പടർത്തി നോക്കിയതാണ്, പക്ഷെ അത് കായ്ച്ചത് പനലായിട്ട് ഇപ്പം എൻ്റെ കൈ കുഴയ്ക്കുന്നു. ഇങ്ങനെ പിടിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ അയ്യം. ഇനി നമ്മുടെ അയ്യത്ത് വേണമെങ്കിൽ പശുവിന് പുല്ലുണ്ടോ? ഉണ്ട്. പക്ഷെ പശു ഉണ്ടോ? പശു ഇല്ല. അതാണ്. ഇനി നമ്മുടെ അയ്യത്തത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ അയ്യത്ത് എന്തുണ്ട്? പംകിൻ, മത്തങ്ങയുണ്ട്, കുമ്പളങ്ങയുണ്ട്, വഴുതനങ്ങയുണ്ട്, അങ്ങനെ കുറേ വാഴ, ചേമ്പ്, ചേന, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് കുറുക്ക് വഴി കൂടെ വേണം വേറൊരു വീട്ടിലോട്ട് ഇറങ്ങാൻ. പക്ഷെ കുറുക്ക് വഴി എന്ന് പറയുമ്പം അതൊരു അഡ്വഞ്ചറസ് ട്രിപ്പാണ്. കണ്ടോ, ഇവിടെ എല്ലാം അടച്ചിട്ടേക്കോ. പക്ഷേ ഇത് നമ്മൾ എങ്ങനെ ചാടിക്കിടക്കണം? പപ്പാടെ ചീനി പോയാൽ മിക്കവാറും എന്നെ ചവിട്ടും. എന്നാലും ശരിയല്ല. കണ്ടോ, നമ്മൾ ഇങ്ങനെ കാലെടുത്ത് വെച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അമ്മേ, പക്ഷേ അതല്ല രസം, അവിടെ അടച്ചേക്കുക. അപ്പോൾ നമ്മൾ എന്തായാലും ഏതെങ്കിലുമൊക്കെ ഒരു വേലി കെട്ടുമ്പം പന്നി കയറുന്നു, പിന്നല്ലയോ ഞാൻ. അപ്പം നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ലൂപ്പ് ഹോൾ ഉണ്ടോ എന്ന് നോക്കി നടക്കാം. കണ്ടോ, ചീനി എവിടെയെങ്കിലും ചീനി നട്ടേക്കോ. നമുക്ക് പറ്റുമോ? ഏതെങ്കിലും സിറ്റി താമസിക്കുന്നവർക്ക് പറ്റുമോ ഇത്? നമ്മൾ കുടുങ്ങി. ഇവിടെ നിന്ന് എങ്ങനെ അപ്പുറത്തെയാണോന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നമ്മൾ ഇങ്ങനെ പോകണം. പോയി ഏതെങ്കിലുമൊക്കെ ഒരു വഴി കണ്ടുപിടിക്കണം. അവിടെ ഒരു വഴി ഞാൻ തുറക്കാം. ഏതോ ഒരു ചീനി പോയിട്ടുണ്ട്. അയ്യോ, ഇങ്ങനൊരു വഴി നമ്മൾ കണ്ടെത്തി, പക്ഷെ അവിടെ ആഴമാണ്. അപ്പോൾ അതും പറ്റത്തില്ല. കണ്ടോ, ഇതാ കുറുക്ക് വഴി. നിങ്ങളൊരു കാര്യം കാണിക്കും. ഇത് കണ്ടോ, പന്നി കൊണ്ടുപോയതാ. നമ്മൾ ഇങ്ങനെ എടുത്ത് ചാടിയിട്ട് നമുക്ക് ഇവിടെ ഒരു വഴി നമ്മൾ കണ്ടു. ഇങ്ങനെ ചാടി നമ്മുടെ അയ്യത്തിൻ്റെ താഴെ എത്തിക്കഴിഞ്ഞ് നമ്മൾ ആ കാടാണ് ചാടി വന്നത്. അതെൻ്റെ വീടല്ലത്, വേറെ ആരുടെ വീടാണ്. അങ്ങനെ നമ്മൾ എത്തുന്നത് ഒരു മെയിൻ റോഡിലോട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവഴി വരാവുന്നതേ ഉള്ളായിരുന്നു, പക്ഷെ വന്നില്ല.